നിലമ്പൂരിൽ UDF വമ്പൻ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ ആ വിജയത്തിൽ ശരിക്കുമൊരു കുഞ്ഞാപ്പ മാജിക് ഉണ്ട്. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിന്നെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ സെറ്റ് ചെയ്ത അജണ്ടകൾ ഊണും ഉറക്കവുമില്ലാതെ മണ്ഡലം മുഴുവൻ കറങ്ങി നടന്ന് മുന്നണിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് തങ്ങളുടെ അസാന്നിധ്യത്തിൽ പിടിപ്പത് പണിയെടുത്ത PK കുഞ്ഞാലിക്കുട്ടി, ഒപ്പം നിന്ന് ചെറിയ ചെറിയ താളപ്പിഴകൾ പോലും ഉണ്ടാകാതെ എല്ലാം ശരിയാക്കി കൊടുത്ത AP അനിൽകുമാർ, മുഴുവൻ സമയമുണ്ടായിരുന്ന UDF കൺവീനർ, പിന്നെ KPCCയുടെ ടീമും പ്രതിപക്ഷ നേതാവും എല്ലാവരും അടക്കം ഗംഭീരമായ വിജയം നേടുമ്പോഴും പ്രതീക്ഷിച്ച വിള്ളലുകൾക്ക് അല്പം പോലും സ്ഥാനം നൽകാതെ എല്ലാം ചേർത്ത് വെച്ച് ശരിക്കും കുഞ്ഞാപ്പ മാജിക് നന്നായി വർക്ക് ചെയ്തു. അവിടെയാണ് മൂത്തേടം മുതൽ കുതിച്ചു കയറുന്ന ഭൂരിപക്ഷത്തിലേക്ക് ബാപ്പൂട്ടി നടന്നെടുത്തത്. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. നിലമ്പൂരിൽ ബാപ്പൂട്ടിയോട് ലീഗിന് അത്രമേൽ ഇഷ്ടമല്ല. അത് ഒരു പരമ്പരാഗത വൈര്യമാണ്. പ്രത്യേകിച്ച് അതിനേക്കാൾ തൃപ്തി അൻവറിനോടാണ്. അൻവറിനെ മുന്നണിയിലെടുക്കാൻ ലീഗ് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിന് തടയിട്ടത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ ലീഗ് അണികൾ കാലുവാരും. ലീഗ് വോട്ടുകൾ ഛിന്ന ഭിന്നമാവും. ലീഗിൻ്റെ വോട്ട് ബാങ്ക് സമസ്തയുടേതാണ്. വെൽഫെയർ പാർട്ടി അതിലേക്ക് ചേരുന്നതോടെ സമസ്ത ഭിന്നിക്കും. ഇത്തരം വാർത്തകളൊക്കെയാണ് അവിടെ നിന്ന് ആദ്യം മുതൽക്കേ കേട്ടത്. ആ വാർത്തകളിൽ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ എന്ന് ആ വാർത്ത വായിക്കുന്നവർക്ക് മനോഹരമായി അവതരിപ്പിക്കാനുമായി. യോഗം തുടങ്ങുന്നിടത്ത് തങ്ങളില്ല, കൺവെൻഷൻ തുടങ്ങിയപ്പോൾ തങ്ങളില്ല, തുടങ്ങിയ ഒരുപാട് വാചകങ്ങൾ മുഴങ്ങിക്കേട്ടു. അങ്ങ് അകലെ ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജ് ചെയ്യുന്ന സാദുക്കലി തങ്ങൾ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഔലിയ അല്ല എന്നുപോലുമുള്ള പരിഗണന നൽകാതെ വിമർശനങ്ങളാണ് മുഴുവൻ നിറഞ്ഞു നിന്നത്. എന്നാൽ ഈ പ്രഖ്യാപിച്ച ദിവസം മുതൽ അവസാന മണിക്കൂറുകൾ വരെ മദ്രാസിൽ പോയ ഒരു ദിവസം ഒഴികെ മുഴുവൻ സമയവും പഞ്ചായത്തുകൾ തോറും കറങ്ങി നടന്ന് മുഴുവൻ മുന്നണി നേതാക്കളെയും വിളിച്ചുകൂട്ടി സ്വന്തം പാർട്ടിയെയും പ്രോപ്പറായി ഗൈഡ് ചെയ്ത് ഒരു വിള്ളലും ഒരു ചോർച്ചയും ഉണ്ടാകാതെ ഇതിനെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയ ആളിൻ്റെ പേരാണ് PK കുഞ്ഞാലിക്കുട്ടി. സംശയം വേണ്ട, അദ്ദേഹത്തിനോടൊപ്പം രാഷ്ട്രീയം കളിച്ചവരിൽ ഇന്നൊരു പക്ഷേ തുല്യരായുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം. UDF നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാവരും സീൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഓർമ്മയായി തീരുകയോ ചെയ്തു. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സജീവമായി കളം നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. ആദ്യം വിളിച്ചത് പഞ്ചായത്ത് നേതാക്കളുടെ യോഗമാണ്. അവിടെ കൃത്യമായി അതിന് ടാർഗറ്റ് നൽകി, അതിൻ്റെ ഓപ്പറേഷൻസ് ഭംഗിയാക്കി. പിന്നീട് എല്ലാ ദിവസവും മുന്നണി നേതാക്കളെ, ഓരോ പഞ്ചായത്തിലെയും നേതാക്കളെ വിളിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തു. എന്നിട്ട് അവർ പറയുന്ന കണക്കുകൾ ശരിയാണോ എന്നറിയാൻ താഴെത്തട്ടിലുള്ളവരുടെ ഇൻഡയറക്റ്റ് ഫീഡ്ബാക്കും ക്രോസ് ഇൻഫർമേഷനും കളക്ട് ചെയ്തു. അതിനുശേഷം അപ്രതീക്ഷിതമായി ഓരോ പഞ്ചായത്തുകളിലും അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലെത്തി വീടുകളിൽ പോലും കയറി വിവരങ്ങൾ അന്വേഷിച്ചു. ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു കുഞ്ഞാപ്പയ്ക്ക്. അത് മറ്റൊന്നുമല്ല, ഉപതെരഞ്ഞെടുപ്പ് നടന്ന പല പാർട്ടികളുടെയും കോട്ടകളിൽ അതത് പാർട്ടികൾ ശക്തമായി ജയിച്ചപ്പോൾ മലബാറും മലപ്പുറവും നിലമ്പൂരുമൊക്കെ തങ്ങളുടെ പൊന്നാപുരം കോട്ടയാണ് എന്ന് തെളിയിക്കുകയും അതിൽ ഒരു ചോർച്ചയും ഉണ്ടാകില്ലെന്ന് ഈ പറഞ്ഞ ബാക്കി ഘടകകക്ഷികളെയും അതോടൊപ്പം സ്വന്തം പാളയത്തിൽ വാരാൻ നിൽക്കുന്നവരെയും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. ഒടുവിൽ പറഞ്ഞ 15,000-ഓളം എത്തുമോ എന്നെനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ പരിസരത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഭൂരിപക്ഷമുള്ളത്. അതെ, ആ ദൗത്യം അദ്ദേഹം ഭംഗിയാക്കി. ആ ദൗത്യത്തിനോടൊപ്പം അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ നിന്നൊരാളുണ്ട്. അത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റ് AP അനിൽകുമാറാണ്. ഇലക്ഷൻ അൻവർ രാജിവെച്ചപ്പോൾ തന്നെ മുഴുവൻ ബൂത്തുകളിലും വോട്ട് ചേർക്കാനും എല്ലാ ബൂത്തിലും പ്രസിഡൻറ്റിനെയും അതിൻ്റെ ചുമതലക്കാരെയും ഒക്കെ കൺവീനറെയും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള നിശബ്ദമായ ഹോംവർക്ക് ചെയ്ത ആൾ. കുഞ്ഞാലിക്കുട്ടി സാറ് വിളിച്ചു പറയുന്ന ഓരോ സ്ഥലത്തെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഇരുചെവി അറിയാതെ പരിഹരിക്കാനായി ജാഗ്രതയോടെ പ്രവർത്തിച്ചൊരാൾ. ഈ ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും മണ്ഡലത്തിൽ നിന്ന് പോകാതെ അവിടെ തന്നെ തങ്ങിയ ഒരാൾ എന്ന് മാത്രവുമല്ല, പല സന്ദർഭങ്ങളിലും വ്യത്യസ്ത ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും എത്തിയപ്പോഴും ആ ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ ഏകോപിപ്പിച്ച് വളരെ ഭംഗിയായി അവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനത്തെ ചലിപ്പിച്ചൊരാൾ. അദ്ദേഹത്തിനുമുണ്ട് ഈ വിജയത്തിലൊരു പങ്ക്. പിന്നെ സീറ്റിനായി പരിഗണിച്ചു എന്ന് പേര് വന്നെങ്കിലും യാതൊരു
ബുദ്ധിമുട്ടും കാണിക്കാതെ ഇലക്ഷനിൽ സജീവമായി പ്രവർത്തിച്ച ജോയ്, ദേശീയ തലത്തിൽ നിന്നാണ് ഇതിൻ്റെ അജണ്ട പലപ്പോഴും സെറ്റ് ചെയ്യപ്പെട്ടത്. കെ.സി. വേണുഗോപാൽ ഇടയ്ക്ക് വന്ന് പറഞ്ഞ പെൻഷനും ദേശീയപാതയുടെ തകർച്ചയുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വി.ഡി. സതീശനും പിന്നെ പുതിയ KPCCയുടെ ടീമുമൊക്കെ കളത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം എവിടെയും വിജയത്തിൻ്റെ മാജിക്കുകൾ കാണിക്കുന്ന അടൂർ പ്രകാശ്, UDF കൺവീനർ, സാധാരണ ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളായി മാത്രം നിന്നിരുന്നെങ്കിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു മുഴുവൻ സമയം. അദ്ദേഹത്തിന് നടന്നു പോകുന്ന വഴികളിൽ തന്നെ അവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരിക്കൽ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മുടെ ഒന്നും പ്രദേശത്തെ കൂട്ടല്ല, ഇവിടെയൊക്കെ പാർട്ടിയുണ്ട്, ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന വർക്കർമാർ എല്ലാ പാർട്ടിയിലുമുണ്ട് എന്നാണ്. ഒരുപക്ഷെ ആറ്റിങ്ങൽ അനുഭവം വെച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളിൽ ഒരാൾ എം സ്വരാജ് നിസ്സാരക്കാരനല്ല. ഈ പറയുന്ന ചെറുപ്പക്കാരിൽ വേറിട്ട മുദ്ര ചാർത്തപ്പെട്ട ആളാണ്, നിലപാടുള്ള ആളാണ്, എല്ലാ അർത്ഥത്തിലും വേറിട്ടൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെപ്പോലൊരാൾ ഒരു വശത്തും, മറുവശത്ത് PV അൻവറിനെ പോലെ ഏത് ചെറിയ അവസരങ്ങളെയും മാരക പ്രഹരശേഷിയുള്ള സംഗതികളാക്കി മാറ്റാൻ കഴിവുള്ള അദ്ദേഹത്തെയുമാണ് ബാപ്പൂട്ടിയെ നിർത്തി പരാജയപ്പെടുത്തിയത്. അതെ, ഈ വിജയം ഇവർക്കൊക്കെ നൽകുമ്പോഴും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് കുഞ്ഞാപ്പ തന്നെയാണ്.